നിനപ്പതേ മുടിപ്പവൻ. ഇത് പഴയ ഒരു തമിഴ് സിനിമ ഡയലോഗാണ്. ഒരു പക്ഷേ മാക്രോ താരങ്ങളായ MGRനെ കുറിച്ചും രജനീകാന്തിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടപ്പാക്കി കാണിക്കുക. രജനീകാന്തിന്റെ ഡയലോഗ് പറയുന്നത് പോലെ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ കേന്ദ്രബിന്ദുവാകുന്നത് ശ്രീ നരേന്ദ്ര മോദി തന്നെയാണ്. നരേന്ദ്രമോദി ഒരു കാര്യം ഇച്ഛിച്ചാൽ, കൽപ്പിച്ചാൽ, പറഞ്ഞാൽ അത് നടന്നിരിക്കും. അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യമായിക്കൊള്ളട്ടെ, ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്യുന്ന കാര്യമായിക്കൊള്ളട്ടെ, പൗരത്വ നിയമ ഭേദഗതി ആയിക്കൊള്ളട്ടെ, പറയുന്നതിന് ഉറപ്പുണ്ട്. അതാണ് ഗ്യാരണ്ടി. ഇതാണ് BJPയുടെ നറേറ്റീവ്. ഇത് CAAയുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പൗരത്വ ഭേദഗതി നമുക്കറിയാം 2019 ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ രണ്ടാം ഊഴത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ നിയമമായി മാറിയതാണ്. അതിന്റെ ചട്ടങ്ങൾ മാത്രം രൂപപ്പെടുത്താൻ സമയമെടുത്തു. വളരെ തിടുക്കത്തിൽ 2024 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ്, 6 ദിവസം മുമ്പ്, ഏപ്രിൽ മാസം 11-ാം തീയതി നാടകീയമായി ചട്ടങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടില്ല. അപ്പൊ പൗരത്വം കൊടുക്കാനുള്ള ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലും കടന്നു വരുന്ന മുസ്ലിം ഇതരരായ അവിടങ്ങളിലെ മൈനോറിറ്റി, ഹൈന്ദവരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ബുദ്ധമതക്കാർ, പാഴ്സികൾ, ജൈനന്മാർ, ഇങ്ങനെയുള്ള മതവിഭാഗങ്ങൾക്ക് ഭാരത പൗരത്വത്തിന് അർഹതയുണ്ട്. അതിനുള്ള നിബന്ധനകൾ മാറ്റിക്കൊണ്ടുള്ള ഭേദഗതിയാണ്. ഈ ഭേദഗതിയുടെ ചട്ടങ്ങൾ റെഡിയായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു ധൃതി പിടിച്ചുള്ള നീക്കം, ഇതൊരു വാഗ്ദാനമായി പറയുകയും അത് തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കുകയും ചെയ്യും. നിയമമായി കഴിഞ്ഞല്ലോ, നടപ്പാക്കാൻ സാധിക്കും. തീർച്ചയായും ഭരണഘടനാപരമായി ഈ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് സാധുതയുണ്ട്, നടപ്പാക്കാൻ സാധിക്കും. പക്ഷെ ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഇതിനെതിരെ വന്ന കേസുകളിൽ ഒരുപാട് കേസുകൾ വന്നു. ശ്രദ്ധേയമാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നല്ല, മറിച്ച് തെക്കേ ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമാണ് ഈ ധൃതി പിടിച്ച് ഈ ചട്ടങ്ങൾ നടപ്പാക്കി പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ അത് വിതരണം ചെയ്ത് ഭരണ നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ നിന്നും ഏതാനും വ്യക്തികൾ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ ചില വ്യക്തികൾ, രമേശ് ചെന്നിത്തലയും TN പ്രതാപനും, അതുപോലെ പാർട്ടികളും, CPM, അവിടെ യുവജന വിഭാഗമായ DYFI, മുസ്ലിം ലീഗ്, സമസ്ത എന്നിങ്ങനെയുള്ള പാർട്ടികളും ഗ്രൂപ്പുകളും വ്യക്തികളും അതിനെതിരെ 240-ൽ പരം, ഓൾ ഇന്ത്യ തലത്തിൽ 240-ൽ പരം ഹർജികളാണ് ഫയൽ ചെയ്തത്. തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കോടതി ഏപ്രിൽ മാസം 11-ാം തീയതി അത് പരിശോധിക്കാനായി വെക്കുകയും, എന്നാൽ ഏപ്രിൽ മാസം 9-ാം തീയതി ആ ദിവസം കോടതി അത് പരിശോധിക്കാതിരിക്കുകയും ചെയ്തു. അന്ന് കൊടുത്ത ഉറപ്പുകളാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നൽകിയ ഉറപ്പുകളാണ്. തിടുക്കത്തിൽ അത് ചെയ്യില്ല എന്ന ഉറപ്പാണ്. അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, സമയമെടുക്കും. എന്നാൽ നാടകീയമായി കഴിഞ്ഞ ദിവസം CAA നടപ്പാക്കിയിരിക്കുന്നു. അത് മനസ്സിൽ ആഗ്രഹിച്ചത് ചെയ്ത് കാണിച്ചിരിക്കുന്നു, ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പിന്നീട്. ഓർക്കുക, 3-ാം ഘട്ടം, 4-ാം ഘട്ടം കഴിഞ്ഞ് 5-ാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മധ്യേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? സ്വാഭാവികമായി ഭൂരിപക്ഷ വിഭാഗത്തിന്റെ കൺസോളിഡേഷൻ, ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്നാൽ അതിന് ബദലായി ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടാവുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം ഇതിനു മുന്നിൽ കാണാം. ഇനി അങ്ങനെയല്ല, അങ്ങനെ കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ്, അത് നടപ്പാക്കിയ സ്വാഭാവികമായി നടപ്പാക്കണമല്ലോ, നടപ്പാക്കി എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഇതിന് വലിയ രാഷ്ട്രീയമുണ്ട്, അതിനുള്ള അർഹതയുമുണ്ട്. അത് കൊണ്ടുവരുന്ന രാഷ്ട്രീയ കക്ഷികൾക്കോ ഭരണകൂടത്തിനോ അതിനുള്ള അർഹതയുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആത്യന്തികമായി കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ ടൈമിംഗ് ശരിയായോ, ഇത്ര ധൃതി പിടിച്ച് ചെയ്തത് ശരിയായോ. അത് മാത്രമല്ല, ഇതിനെതിരെ പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ ബോധിക്കണം, അത് കേട്ടതിന് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന ഒരു ഉറപ്പ് അവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് നിയമപരമായി ഹർജിയിലൂടെ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ഇനി തെരഞ്ഞെടുപ്പിന് പോകാനുള്ള സീറ്റുകൾ ഒന്ന് നോക്കൂ. നഗരമേഖലയിലെ ചില മണ്ഡലങ്ങൾ, ബോംബെ മേഖലയിലെ 10 സീറ്റുകൾ, വിശാല ബോംബെയിലെ 10 സീറ്റുകൾ, അതിൽ തന്നെ ബോംബെ കോർപ്പറേഷൻ ഉള്ളിലുള്ള 6 സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ, കൽക്കട്ട മേഖലയിലെ 4-5 സീറ്റുകൾ,
അതുപോലെ ഡൽഹിയിലെ 7 സീറ്റ്, പഞ്ചാബിലെ 13 സീറ്റ്, ഹരിയാനയിലെ 10 സീറ്റ്. ഇതെല്ലാം നഗരമോ നഗര കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ അർബൻ കോസ്മോപോളിറ്റൻ പ്രതിച്ഛായുള്ള സീറ്റുകളാണ്. ഹരിയാനയിലെ റൂറൽ മേഖല ഞാൻ മാറ്റി നിർത്തുന്നു. പക്ഷേ ഈ ഒരു വിഭാഗം, ഈ ഒരു അർബൻ വോട്ടർമാർ കുറച്ചുകൂടെ ചിന്തിച്ച് ഇതിന്റെ വരുംവരാഴികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന വോട്ടർമാരാണ്. അവരെ സ്വാധീനിക്കുക എന്നത് ഒരു ലക്ഷ്യം. 2, ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന അഭയാർത്ഥികൾ, അത് ഈ മുസ്ലിം അഭയാർത്ഥികളുണ്ട്. അവർ ഓൾറെഡി വലിയ തോതിൽ പൗരത്വം നേടിയെടുത്ത, മുൻകാലങ്ങളിൽ എത്തിയ, വളരെ മുൻപ് എത്തി പൗരത്വം നേടിയെടുത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ അചഞ്ചലമായ പിന്തുണ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും ബംഗാളിൽ പ്രധാനമായി BJP എതിരിടുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനുമാണ്. എന്നാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നും വന്നത്. ഹിന്ദു സമുദായത്തിലെ ചില അവാന്തര വിഭാഗങ്ങൾ വന്നിട്ടുണ്ട്. മാട്ടുവ സമുദായമാണ് ഒരു ഉദാഹരണം. മാട്ടുവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള 5 ലോക്സഭാ മണ്ഡലങ്ങളെങ്കിലും ഉണ്ട് കിഴക്കൻ പശ്ചിമ ബംഗാളിൽ. ആ മണ്ഡലങ്ങളുടെ വോട്ട് വളരെയധികം സ്വാധീനിക്കപ്പെടും. ഈ വിഭാഗങ്ങൾക്ക് വോട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾറെഡി ലഭിച്ച പൗരത്വവും ഇനി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റ് ഹൈന്ദവർ അനുകൂലമായി വോട്ട് ചെയ്യുന്നതും എല്ലാം നോക്കുമ്പോൾ ലാഭങ്ങളുടെ കണക്കുകളാണ് BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്റെ അഭിപ്രായം ഇത് വലിയൊരു തരംഗമായി മാറാൻ സാധ്യതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നടന്ന ഒരു മന്ദത, 4ാം ഘട്ടത്തിൽ നടന്ന ഒരു ചെറിയ ഉണർവ്, പോളിംഗ് ശതമാനത്തിലെ കണക്കുകളാണ് ഞാൻ പറയുന്നത്, 66% ആദ്യ 3 ഘട്ടങ്ങളിൽ. പിന്നീട് 69% അത് ഉയരുന്ന കാഴ്ച കണ്ടു 4ാം ഘട്ടത്തിൽ. അത് മോദിയുടെ ഒരു വിദ്വേഷ പ്രചരണം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണോ അതിന് കാരണം, അതോ മറ്റു കാരണങ്ങളുണ്ടോ, അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴിതാ പൗരത്വ വിഷയം ഒരു വൈകാരിക വിഷയം കൂടിയാണ്. 2 സമുദായങ്ങൾക്കും, ഇസ്ലാമിക സമുദായത്തിനും ഹിന്ദു സമുദായത്തിനും അത് വൈകാരിക വിഷയമാണ് പൊതുവെ. അത് വോട്ടായി മാറുമെങ്കിൽ എങ്ങനെയാണ്, ഏത് പാർട്ടിയാണ് അത് പ്രയോജനം കൊണ്ടുവരിക എന്നതാണ്. ഓൾറെഡി വളരെയധികം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയ ഒരു വിഷയം എന്ന നിലയിൽ ഇപ്പോൾ പെട്ടെന്ന് 300 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഡൽഹിയിൽ 14 പേർക്ക് പൗരത്വം വിതരണം ചെയ്തിരിക്കുന്നത്. അത് മാധ്യമങ്ങളുടെ കണ്ണിലൂടെ അത് വിതരണം ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന അനുരണങ്ങൾ വളരെ പ്രധാനമാണ്. ചെറിയ രീതിയിൽ അതിനുള്ള മെച്ചം BJP പ്രതീക്ഷിച്ചതുകൊണ്ടാണല്ലോ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനമുണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഇനിയും തെരഞ്ഞെടുപ്പിന് പോകാനുള്ളത് 164 സീറ്റുകളോ മറ്റോ ആണ്. അത്രയും സീറ്റുകളുടെ എല്ലാം ഭാഗതയും നിർണ്ണയിക്കാൻ പര്യാപ്തമല്ല ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത്. ചെറിയ തോതിലുള്ള ചലനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ നില തൽസ്ഥിതി തുടരാനാണ് പൊതുവേ സാധ്യത. അതുകൊണ്ട് അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് നടത്തുന്ന തീരുമാനം കോടതി ഇപ്പൊ നിങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തുന്നതിന് മുൻപ് കോടതി എന്തെങ്കിലും പറയുമോ എന്ന് എനിക്ക് മുൻകൂട്ടി കാണാനാവില്ല. കോടതി പിരിയാൻ പോകേണ്ട 20ാം തീയതി കോടതി വേനൽക്കാല അവധിക്ക് പിരിയുകയാണ്. ഈ അവധിക്ക് പിരിയുന്ന സമയത്ത് അതിന് മുൻപ് എന്തെങ്കിലും ഒരു നീക്കം, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അത് ഹർജി അടിയന്തരമായി പരിഗണിക്കുമോ എന്നൊന്നും, അനേക ഹർജികൾ ഇപ്പോൾ തന്നെ വീണ്ടും ഫയൽ ചെയ്യപ്പെടുന്നു, അത് പരിഗണിക്കുമോ എന്ന് മുൻകൂട്ടി കാണാൻ നമുക്കാവില്ല. കോടതിയുടെ ഭാഗത്തു നിന്ന് ദോഷകരമായ പരാമർശങ്ങൾ ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നെങ്ങാനും, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത് നടപ്പാക്കുന്നത് ഇനി കൂടുതലായി പൗരത്വം വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുന്നു എന്നോ മറ്റോ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ അത് BJPയെ വളരെയധികം പ്രതിരോധത്തിലാക്കും എന്നത് വളരെ നിശ്ചയമാണ്. കാരണം കഴിഞ്ഞ ഏതാനും വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് വന്ന, പൗരത്വ വിഷയം മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ വന്ന പ്രതികൂലമായ ഒരു തീരുമാനം, പിന്നീട് നിരന്തരമായ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ചില ഓർമ്മിപ്പിക്കലുകൾ മാത്രമല്ല, ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ കഴിഞ്ഞ ദിവസം വിട്ടയക്കേണ്ടി വന്നു. ടാഡ, അതായത് UAP അനുസരിച്ച് തടവിലാക്കിയ മാധ്യമ പ്രവർത്തകൻ, ന്യൂസ് ക്ലിക്കിന്റെ ഫൗണ്ടറെ വിട്ടയച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ തിരിച്ചടികൾ ഉള്ളതിൽ ഒരു തിരിച്ചടിയും കൂടെ താങ്ങാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലല്ല ഇപ്പോൾ BJP. അതുകൊണ്ട് ഇതെങ്ങനെയും തിരിയാവുന്ന ഒരു വിഷയമാണ്, ഒരു ഞാണിന്മേൽ കളിയാണ്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ഭരണകൂടവും ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ നിഗമനം.